ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തെ അധിക്ഷേപിച്ച സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിച്ച് സർക്കാർ. കൽമണ്ഡപത്തിൽ മാംസം പാചകം ചെയ്യാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് ബി.ജെ.പി. രാവിലെ 11:30 ബി.ജെ.പി. കൗൺസിലർമാർ നഗരസഭാ കവാടം ഉപരോധിക്കും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തെ അവഹേളിച്ച സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. ഇന്ന് 11:30 ബി.ജെ.പി. കൗൺസിലർമാർ നഗരസഭ കവാടം ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സംഗമം തന്നെ സംഘടിപ്പിക്കുമെന്നറിയാൻ കഴിയുന്നു. വിശദാംശങ്ങൾ. രോഹിണി, ശക്തമായ പ്രതിഷേധമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപത്തെ അവഹേളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഇന്ന് 11:30 ബി.ജെ.പി. കൗൺസിലർമാർ നഗരസഭ ഉപരോധിക്കുന്നത്. നഗരസഭയാണ് ഇതിന് അനുമതി നൽകിയത്. ആ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലർമാർ നഗരസഭ ഉപരോധിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഹിന്ദു ഐക്യവേദി പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധം അറിയിച്ചതാണ്. അങ്ങനെ ഹൈന്ദവ സംഘടനകളടക്കം പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അത്രയേറെ മുറിവേറ്റ സംഭവമാണ് ഈ പത്മനാഭസ്വാമി ഭക്തരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കുടുംബശ്രീ സംഗമത്തിന്റെ ഭാഗമായി, കുടുംബശ്രീയുടെ ഒരു മിഷന്റെ ഭാഗമായി നടത്തിയ ഒരു പരിപാടിയിലാണ്, തീരസംഗമം എന്ന പേരിൽ നടത്തിയ പരിപാടിയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മണ്ഡപത്തെ 16 കാൽ മണ്ഡപത്തെ പാചകപ്പുരയായി മാറ്റിയത്. പാചകപ്പുരയായി മാറ്റുക മാത്രമല്ല, അവിടെ മാംസാഹാരങ്ങളടക്കം പാചകം ചെയ്യുകയും ചെയ്തു. 3 ദിവസം ഇത് തുടരുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് മറ്റൊരിടത്തായി പാചകപ്പുര സജ്ജീകരിക്കുന്നതിന് പകരം ഈ കൽമണ്ഡപം തന്നെ പാചകപ്പുരയായി എടുക്കുന്ന നടപടിയാണ് ഈ അധികൃതരുടെ ഭാഗത്തുണ്ടായത്. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. മാത്രമല്ല, CPM അതോടൊപ്പം CPMന്റെ പ്രാദേശിക പ്രവർത്തകർ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നഗരസഭാ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ഈ തിരുവനന്തപുരം നിവാസികളാണ്. ഇവർ അറിയുകയാണ്, അല്ലെങ്കിൽ ഇവരുടെ അറിവോടെയാണ് ഇത് നടന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബി.ജെ.പി. അടക്കമുള്ള പാർട്ടികളും അത് തന്നെയാണ് ഉന്നയിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധമുണ്ടാകുന്നത്. ബി.ജെ.പി. കൗൺസിലർമാർ ഒന്നാകെ നഗരസഭയുടെ കവാടത്തിലേക്ക് എത്തുകയും അവിടെ ഉപരോധം നടത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസം ഇതേ സമയത്ത് ഏകദേശം 9:30 മണിയോടുകൂടിയാണ് ഈ വാർത്ത നമ്മൾ പുറപ്പെടുന്നത്, ഈ വാർത്ത ജനങ്ങളെ അറിയിക്കുന്നത്. എന്നാൽ ആ സംഭവം നടന്ന് ഇത്ര മണിക്കൂർ പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കുടുംബശ്രീ മിഷന്റെ ഭാഗത്തു നിന്നോ ഇതിനൊരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നോ അല്ലെങ്കിൽ അതിലൊരു ക്ഷമാപണം അടക്കമുള്ള കാര്യങ്ങളുമായി ആ കാര്യങ്ങൾ നിലവിൽ അത്തരം ഒരു നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കുടുംബശ്രീ മിഷന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് വിഷയത്തിൽ ഒരു ക്ഷമാപണം നടത്തുവാനോ അതിൽ കുറ്റക്കാർക്കെതിരെ തക്ക ശിക്ഷ നൽകുവാനോ സർക്കാരും തയ്യാറായിട്ടില്ല. ഇതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയതിനെ തുടർന്ന് ശംഖുമുഖം SI സ്ഥലത്തെത്തുകയും ആ സ്ഥലത്തെ പാചക സാധനങ്ങൾ മാറ്റി ക്ലീനാക്കുവാൻ, അതായത് ശുദ്ധീകരിക്കുവാൻ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെ ശുദ്ധീകരണം നടത്തിയെങ്കിൽ പോലും ഇതിന് ഉത്തരവ് നൽകിയവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ഇവരെ കഴിഞ്ഞിട്ടില്ല. അതിലാണ് വ്യാപകമായ പ്രതിഷേധം ഉയരുന്നത്. ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതാക്കളും ബി.ജെ.പി. ജില്ലാ കൗൺസിലർമാർ, അതായത് നഗരസഭാ കൗൺസിലർമാരും പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. 11:30 തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ നഗരസഭയുടെ കവാടം ഉപരോധിക്കും കൗൺസിലർമാർ ചേർന്ന്. ഈ നഗരസഭ ഇതിന് അനുമതി നൽകിയ അനുമതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉപരോധം നടക്കുക. ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തെ അവഹേളിച്ച സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.